ഓ എന്നെ മണത് ചുമ്മാ കൊതിപ്പിക്കാതെ ഒന്ന് വേഗം കൊണ്ടുപോവാ ക്രിസ്റ്റി. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? ആ ക്ഷമ ചേച്ചിയുടെ കാര്യം. എന്റെ സംശയം അതല്ല. ഇനി നിന്റെ ചേച്ചി തന്നെ ആണോടി ശരിക്കുള്ള പ്രതി? നിന്റെ മുതലാളിയുടെ ശത്രുവിന് വേണ്ടി ക്ഷമ ചേച്ചി തന്നെ ആയിരിക്കോ ചാരപ്പണി നടത്തിയത്? ചേച്ചേ, ചേച്ചി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്നോട് ജാടയും പത്രാസും ഒക്കെ കാണിക്കുമെങ്കിലും ആള് വെറും പാവ സലോമി. ചേച്ചി ഓഫീസിലെ എല്ലാവർക്കും വലിയ വിശ്വാസാ. എന്താ ക്രിസ്റ്റി ഇത്? ഉണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിക്കൂടെ? ഇതിപ്പോ എനിക്ക് പോലും തികയില്ലല്ലോ. എനിക്ക് വേണ്ട. ആ അവളിപ്പോ ഇതൊന്നും തിന്നാനുള്ള മൂഡിലല്ല. ചേച്ചിയുടെ പണി പോയതിലേ ഡെസ് പഠിച്ചിരിക്കാം. ദയ പറഞ്ഞു വെച്ച് നോക്കുമ്പോ ക്ഷമയെ ജോലിന്ന് പിരിച്ചുവിട്ടിട്ടൊന്നുമില്ലല്ലോ. മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് ആ കുട്ടിയിൽ എന്തോ ഒരു സംശയം. ക്ഷമ വിചാരിച്ച വളരെ ഈസി ആയിട്ട് ആ ഭാഗം ക്ലിയർ ചെയ്യുന്നതേ ഉള്ളൂ. മാനേജ്മെന്റിന് ചേച്ചിയെ സംശയമൊന്നും ഇല്ല ക്രിസ്റ്റി ചേട്ടാ. അശോക് സാറും നവീൻ സാറും ഒക്കെ ചേച്ചിയോട് എന്ത് സ്നേഹമായിട്ടാ പെരുമാറുന്നത്. പുതിയതായിട്ട് വന്ന ആ പവൻ എന്ന് പറയുന്ന ആളാ എല്ലാ കുഴപ്പത്തിനും കാരണം. പവൻ മാധവ് അല്ലേ ഇപ്പം ഡ്രീംസിന്റെ ചെയർമാൻ? അപ്പൊ അയാളും മാനേജ്മെന്റിന്റെ ഭാഗം തന്നെ. ആള് വലിയ മിടുക്കനാണെന്നാ ഞാൻ കേട്ടത്. ഓ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ചുമ്മാ ജാടയാന്നേ. ആളിങ്ങനെ ചുള്ളനാണോ? ഏയ്, ചുമ്മാ താടിയും മുടിയും വലിച്ചു വാരിയുള്ള ഡ്രസ്സും ആകെ ഒരു കാട്ടുമാക്കാൻ സെറ്റപ്പ്. അയാൾക്ക് താടിയുണ്ടോ? അപ്പൊ സൂക്ഷിക്കണല്ലോ. താടി ഉണ്ടെങ്കിൽ എന്താ കുഴപ്പം? ഹലോ ഹലോ, ഞങ്ങൾ ഗേൾസ് സംസാരിക്കുന്നതിനിടയ്ക്ക് ബോയ്സിന് എന്താ കാര്യം? ഔട്ട് ഔട്ട്. ഓ അല്ലെങ്കിലും കാര്യം കഴിഞ്ഞാൽ നമ്മൾ ഔട്ടാണല്ലോ. നടക്കട്ടെ. എടി, ഇനി നിന്നെ കയറി ഉമ്മിച്ച ആ താടിക്കാരൻ ഇയാളെങ്ങാനായിരിക്കും? അയ്യേ, അയാളോ? ഓ വേണേ, അയാളൊന്നും ആയിരിക്കില്ല. പിന്നെ അത് ഏത് കോന്തനായിരിക്കും? അല്ല, നീ ഓഫീസിലെ താടിക്കാരുടെ ഫോട്ടോ എടുത്തോ? ആ ടോപ്പിക്ക് വിട് സലോമി. അതൊന്നും സംസാരിക്കാനുള്ള ഒരു മൂഡിലല്ല ഞാൻ. ചേച്ചിയുടെ കാര്യം ഓർത്ത് ആകെ ഒരു സങ്കടം. ഞാൻ പോട്ടെ. എടി ഒരു മിനിറ്റ്. ഇന്ന് നിന്റെ ഉണ്ണിമുഖം തന്നെ കണ്ടിരുന്നു. നാളെ അമ്മയും കുട്ടി അയാളെ നിന്നെ പെണ്ണ് കാണാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഇനി ഇതിന്റെ ഇടയ്ക്ക് ആ മരണത്തിനെയും കൂടി സഹിക്കണം. ഇങ്ങ് വരട്ടെ, കാന്താരി മുളകരച്ച് കണ്ണിന് തേക്കും. നോക്കിക്കോ. നീ സീരിയസ് ആയിട്ട് പറഞ്ഞാണോ? എന്ത്? കാന്താരി മുളകിന്റെ കാര്യം ആണെങ്കിൽ ഐറ്റം ഞാൻ കൊണ്ടുവരാടി. ക്രിസ്ത്യയിൽ ഇഷ്ടം പോലെ സ്റ്റോക്ക് ഉണ്ട്. എടുക്കട്ടെ? ഒന്ന് പോടി. മോനെ ക്രിസ്റ്റിയെ, എന്താ പറ്റിയേ? ആകെ ഒരു സെന്റി ലൈനാണല്ലോ. ആ ക്ഷമക്കൊച്ചിന്റെ ജോലി പോയ കാര്യം ആലോചിച്ചിട്ടാണോ? നീ പോടി, അതിന് ഞാൻ എന്തിനാ സെന്റിയാകുന്നത്? ചുമ്മാ ഉരുളല്ലേ മോനെ. നിനക്ക് ആ കൊച്ചിന്റെ മുകളിൽ ഒരു കണ്ണുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ അത് നടക്കില്ല അച്ചായ. അവളെ ഒരു അമേരിക്കക്കാരൻ ബുക്ക് ചെയ്തിരിക്കാം. നീ ചുമ്മാ വെള്ളം ഇറക്കിയിട്ട് ഒരു കാര്യമില്ല. എന്നും പറഞ്ഞ നീ അങ്ങനെ നിരാശനാവൊന്നും വേണ്ട. നമുക്ക് നല്ല അച്ചായത്തി കൊച്ചുങ്ങളെ നോക്കാടാ. നമ്മുടെ പള്ളി വരുന്ന സാറാ പൗലോസില്ലേ, അവള് നിന്നെ ഭയങ്കര എറിച്ചില്ലടാ. ഞാൻ പറഞ്ഞ് സെറ്റാക്കി തരട്ടെ. നിന്റെ നാവ് ഞാൻ പിടിതെടുക്കും. ചേച്ചി എന്തിനാ വിഷമിക്കുന്നത്? ചേച്ചിയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ലെന്ന് എനിക്കറിയാം. എനിക്ക് മാത്രല്ല, ആ ഓഫീസിലുള്ള എല്ലാവർക്കും അതറിയാം. എല്ലാവർക്കും എല്ലാം അറിയാം. എന്നിട്ടിപ്പോ എന്താ പ്രയോജനം? പണി പോയത് എന്റേതാണല്ലോ. പോരാത്തേന് കള്ളിയെന്നും ഒറ്റുകാരിയെന്നുള്ള ചീത്തപ്പേരും. ആ നവമിക്കൊക്കെ ഇപ്പൊ ഭയങ്കര സന്തോഷായിട്ടുണ്ടാവും. അങ്ങനൊന്നും വിചാരിക്കല്ലേ. എല്ലാവർക്കും ചേച്ചിയുടെ കാര്യം ഓർത്ത് നല്ല സങ്കടമുണ്ട്. നവീൻ സാറും എലിസബത്ത് മാഡം ഒക്കെ ചേച്ചിയെ സപ്പോർട്ട് ചെയ്താ സംസാരിച്ചത്. പവൻ സാറിനോട് പറഞ്ഞ് ചേച്ചിയെ എത്രയും പെട്ടെന്ന് തന്നെ ജോലിയിൽ തിരിച്ചെടുപ്പിക്കാമെന്ന് നവീൻ സാർ എന്നോടും പറഞ്ഞു. ഓ, അതൊക്കെ എല്ലാരും അങ്ങനെ പറയും. ഇനിയിപ്പോ പറഞ്ഞാൽ തന്നെ പവൻ സാർ അതിന് തയ്യാറാവില്ല. എനിക്കറിയാം. അങ്ങേർക്ക് വന്നപ്പോഴേ എന്നെ ഇഷ്ടായില്ല. ഒരവസരം കിട്ടിയപ്പോ അയാൾ അത് മുതലാക്കുകയും ചെയ്തു. അതിന് നവമിയുടെ ഒത്താശ ഉണ്ടാവും.
എല്ലാത്തിനും കാരണക്കാരി നീ ഒറ്റ ഒരുത്തിയാ. ഞാനോ? ഞാനെന്ത് ചെയ്തിട്ടാ? എനിക്കറിയാം, നീ എന്നാ കമ്പനിയിൽ കാലുകുത്തിയോ അന്ന് മുതൽ എനിക്ക് ശകുനപ്പിഴയാ. മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെട്ടതിനും ചീത്തപ്പേര് കേട്ടതിനും എല്ലാത്തിനും കാരണക്കാരി നീയാ. എന്നിട്ടിപ്പോ ആശ്വസിപ്പിക്കാൻ വന്നിരിക്കുന്നു. പൊയ്ക്കാന്റെ മുമ്പേന്നാ ഇരുന്ന് പൂം കണ്ണീര് പൊഴിക്കാതെ ഇറങ്ങി പൂടി. എനിക്ക് കാണണ്ട നിന്നെ. ഇറങ്ങിപ്പോ, ഇറങ്ങാ. ചേച്ചി പോട്ടെ മോളെ, അവളുടെ സങ്കടം കൊണ്ടാവും ഇങ്ങനെയൊക്കെ. എനിക്ക് വിഷമൊന്നുമില്ല അച്ഛാ. എന്നെ വഴക്ക് പറഞ്ഞാലെങ്കിലും ചേച്ചിക്ക് ഇത്തിരി സമാധാനം കിട്ടുമെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. എന്തോന്നാ അച്ഛനും മോളും തമ്മിൽ ഒരു കിന്നാരം പറിച്ചില്? നാളെ ഓഫീസിലെന്ന് പറഞ്ഞേ ഉച്ചയിൽ വെയിലടിക്കുന്നവരെ കിടന്ന് ഉറങ്ങരുത്. രാവിലെ എഴുന്നേറ്റ് റെഡിയായി നിൽക്കണം. എന്താ കാര്യം? നാളെ അമ്പിളിയമ്മയും മോനും ഇങ്ങോട്ട് വരുന്നുണ്ട് നിന്നെ കാണാൻ. അമ്മ, നമ്മൾ ഇക്കാര്യത്തിൽ ഒരു തീരുമാനത്തിൽ എത്തിയതാ. എനിക്ക് ജോലി ആയാൽ കല്യാണ കാര്യം പറഞ്ഞ് എന്നെ ശല്യപ്പെടുത്തില്ലെന്ന് അമ്മ എനിക്ക് വാക്ക് തന്നതാ. നിനക്ക് ജോലി ഇടുന്നതിന് മുമ്പേ ഇങ്ങോട്ട് വന്നോളാൻ അവർക്ക് ഞാൻ വാക്ക് കൊടുത്തതാ. അവര് നാളെ ഇങ്ങോട്ട് വരുന്നു വെച്ച് നിനക്കെന്താ? നാളെ തന്നെ നിന്നെ പിടിച്ച് അവന് കെട്ടിച്ചു കൊടുക്കാനൊന്നും പോകുന്നില്ലല്ലോ. വേണ്ട, ഇനി ഇതിന്റെ പേരിലൊരു തർക്കം വേണ്ട. ഞാൻ പറഞ്ഞങ്ങ് അനുസരിച്ചാ മതി. ചെല്ല്, ചെന്നിട്ട് ഉറങ്ങാൻ നോക്ക്. പോ. ഇന്നലെയും കൂടെ ഞാൻ വൃത്തിയാക്കിയതാ. അതിനിടയിൽ പിന്നെയും പൊടി പിടിച്ചിരിക്കുന്നു. നാശം. ഡേ, നിന്നെ കാലം താത്തി വെച്ചു ക്ഷമേ. ഇപ്പൊ ഞാൻ വൃത്തിയാക്കിയിട്ടല്ലേ ഉള്ളൂ. ഈ അമ്മയുടെ ഒരു കാര്യം, ഇത്രയ്ക്ക് ഇങ്ങോട്ട് മോടി പിടിപ്പിക്കാൻ വരുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയൊന്നും അല്ലല്ലോ. പ്രധാനമന്ത്രി ആണെങ്കിലേ ഇത്രയും പാടുപെടേണ്ട ആവശ്യമൊന്നുമില്ല. ആ അമ്പിളിയമ്മയ്ക്ക് തലയ്ക്ക് ചുറ്റും കണ്ണാ. എല്ലായിടത്ത് ഭൂതക്കണ്ണാടി ചരിച്ച് പെറുക്കോ വരും. കുറ്റം പറയാൻ കാരണം അന്വേഷിക്കുന്നവരുടെ കയ്യില് നമ്മളായിട്ട് വടിവെട്ടി കൊടുക്കണോ? ആ, അടുത്ത ആള്. ഇത്രയും നേരം ഞാൻ തൊണ്ടയിലെ വെള്ളം വരിച്ചത് വെറുതെ ആയല്ലോ ഈശ്വര. ഞാനെന്ത് ചെയ്തു? പേപ്പർ നിങ്ങൾക്ക് ഇവിടെ ഇടാനേ സ്ഥലം കണ്ടോളൂ. സാധാരണ പേപ്പർ ഇവിടെയാണല്ലോ വെക്കാറ്. സാധാരണ പോലെ ആണോ ഇന്ന്? എന്താ വിശേഷിച്ച്? ആ അമ്പിളിയമ്മയും മോനും വരുന്നത് പ്രമാണിച്ചേ
അമ്മ ഇന്നിവിടെ 144 പ്രഖ്യാപിച്ചിരിക്കുക അച്ഛാ. ഓ അത് ശരി. ആണേം കണക്കായിപ്പോയി. ഇനി ആ തള്ളയും മോനും വന്നു പോകുന്നവരെ മനുഷ്യന് ഒരു സമാധാനവും ഇല്ല. ഇനി വരുന്നവരുടെ മുന്നിൽ നിങ്ങളുടെ മോൾ എന്തൊക്കെ കോപ്രായം കാണിക്കുന്ന ആലോചിച്ചിട്ടാ എനിക്ക് ടെൻഷൻ. നിന്ന് കിളിക്കാതെ വേഗം പോയി റെഡി ആവുന്നുണ്ടോ? അവരിപ്പോ ഇങ്ങ് എത്തും. ശരി ശരി, ഇനിയിപ്പോ അതിന്റെ ഒരു കുറവ് വേണ്ട. ഗുഡ് മോർണിംഗ് ആന്റി. ക്ഷമ ചേച്ചി സുഖല്ലേ? ആ കുഴപ്പമില്ല. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ആന്റി? ഓ, ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കൂട്ടുകാർ സലോമ എടുത്ത് പറയാതിരിക്കോ? ആ അത് നേരാ. എവിടെയാണ്? റൂമിലുണ്ട്. മോളെ, അവളുടെ സ്വഭാവം മോക്കറിയാലോ. ആ അമ്പിളിയമ്മയുടെ മോനോടും നല്ല രീതിയിൽ പെരുമാറാൻ പറയണം അവളോട്. അവള് കുഴപ്പമൊന്നും കാണിക്കില്ല. ആ ഉറപ്പ് പോരാ ആന്റിക്ക്. ഉം. ഹലോ മൈ ഡിയർ മണവാട്ടി. എന്താ പെണ്ണെ, സീൻ ഷോക്കാണോ? കാളയടി, ഇതൊക്കെ ഒരു തമാശയായിട്ട് കണ്ടാ പോരെ? ഞാൻ തമാശയായിട്ട് കാണുന്നുള്ളൂ, പക്ഷെ ബാക്കിയുള്ളവരെല്ലാം സീരിയസ് ആയിട്ട് എടുത്തേക്കുവാ. അതിനിപ്പോ നിനക്ക് എന്താ കുഴപ്പം? കുറച്ചു നേരം ആ ബോറന്റെ അമ്മയുടെ മുന്നിൽ പോസ്റ്റ് ആയിട്ടൊന്ന് നിക്കണം. കാളയടി മോളെ, വരാൻ പോകുന്ന ഒരുപാട് പെണ്ണ് കാണല് ഇതൊരു റിഹേഴ്സലായിട്ട് കണ്ടാ മതി. നീ എഴുന്നേറ്റ് റെഡി ആയിക്കേ. എനിക്ക് വയ്യ. ആഹാ, അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. നിന്നെ റെഡിയാക്കാൻ പറ്റുമല്ലോ, ഞാൻ നോക്കട്ടെ. ഇങ്ങോട്ട് വാ സലോമി, ഇങ്ങോട്ട് വാ, നടക്ക്. ചട്ടി പൊട്ടിയാ? ബ്രേക്ക് ലേശ കുറവായിരുന്നു. അല്ലേലും അവളുടെ കാര്യത്തിൽ നിനക്ക് ബെല്ലും ബ്രേക്കും പണ്ടേ കുറവാണല്ലോ. അതെ, അവരോട് കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിച്ചോളാം. നീ ആയിട്ട് അഭിപ്രായങ്ങളൊന്നും കെട്ടി എഴുന്നള്ളിക്കണ്ട കേട്ടോ. അമ്മ എന്ത് വേണമെങ്കിലും ആയിക്കോ, ഒരപേക്ഷ മാത്രമേ എനിക്കുള്ളൂ. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഈ കുഞ്ഞി പിള്ളേരോട് പെരുമാറുന്ന പോലെ എന്റെ അടുത്ത് പെരുമാറരുത് പ്ലീസ്. പിന്നെ ഞാൻ എങ്ങനെ വേണം? കാർന്നോമാരെ പോലെ കണ്ട് നിന്റെ കാല് തൊട്ട് വണങ്ങണോ? പെണ്ണിന്റെ വീടിന്റെ പടി കടന്നില്ല, അതിനു മുമ്പ് അവൻ തുടങ്ങി അവന്റെ പെറ്റതള്ളയെ മര്യാദ പഠിപ്പിക്കാൻ. ചെറുക്ക, മര്യാദക്ക് ഞാൻ പറയുന്ന അനുസരിച്ച് നിൽക്കണം കേട്ടല്ലോ. ദേ അമ്മേ, ദേടെ അച്ഛനും അമ്മയും വരുന്നു. ഞങ്ങള് ലേറ്റ് ആയില്ലല്ലോ ശ്രീലതേ? ഏ, കൃത്യസമയത്ത് തന്നെയാ വന്നത്. വരൂ. ആ ബെൻസ് കാർ എടുത്ത് വരാന്ന് വെച്ചതാ. വേണ്ടെന്ന് ഇവനാ പറഞ്ഞത് കേട്ടോ ശ്രീലതേ. ഇവന്റെ അച്ഛന്റെ അതേ സ്വഭാവം. പഴഞ്ചൻ കാര്യങ്ങളോടാ കൂടുതൽ താല്പര്യം. അല്ല, അതുകൊണ്ടാണല്ലോ ഇപ്പൊ ഇങ്ങനെ ഒരു ആലോചനയുമായിട്ട് ഇങ്ങോട്ട് വരേണ്ടി വന്നത്. അപ്പൊ ഞങ്ങള് പഴഞ്ചമട്ടിലുള്ള ആൾക്കാരാണെന്നാണോ അമ്പിളിയമ്മ പറഞ്ഞു വരുന്നത്? അയ്യോ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചൊന്നും പറഞ്ഞതല്ല, ഒന്ന് തോന്നല്ലേ. ഹേയ്, ഇവള് വെറുതെ ഒരു തമാശ പറഞ്ഞു. അകത്തേക്ക് വരൂ, അകത്തേക്ക് വരൂ. എന്റെ പൊന്നമ്മ ഉണ്ടായിരുന്നു. ഇവിടെ അപ്പടി ചപ്പും ചെറുവാണല്ലോ. മുറ്റം തൂക്കാനൊന്നും ആളെ കിട്ടുന്നില്ലേ ശ്രീലതേ? ഒറ്റമടിയൊക്കെ മുറക്ക് നടക്കണ്ട. പിന്നെ ഈ ചെടിയും മരങ്ങളൊക്കെ ഉള്ളിടത്ത് എത്ര വൃത്തിയാക്കിയാൽ ഇതൊക്കെ തന്നെ അവസ്ഥ. ആ അതും നേരാ. പിന്നെ ഞങ്ങളുടെ വീട്ടില് 2-3 സെർവൻസ് ഉള്ളത് കൊണ്ട് എല്ലായിടവും നല്ല ക്ലീൻ ആയിരിക്കും. പിന്നെ മുറ്റവും പുരമുറിക്കകമൊക്കെ നല്ല കണ്ണാടി പോലെ കിടക്കണോന്ന് എനിക്ക് വലിയ നിർബന്ധം. ഒന്ന് കേറുന്നതിന് മുമ്പേ തള്ള പൊങ്ങച്ചൊക്കെ കഴിച്ചല്ലോ. നീ അതൊന്നും കാര്യമാക്കണ്ട. സംഗതി പൊളിയായിട്ടുണ്ട്. ആ ഉണ്ണിമുകുന്ദൻ ഇന്ന് തന്നെ നിന്നെ കെട്ടണമെന്ന് വാശി പിടിക്കുമെന്നാ എന്റെ പേടി. അയാളിങ്ങ് വരട്ടെ, കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. എന്ത് പറഞ്ഞാലും അയാളൊരു പാവ. നിന്നെ അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടല്ലേ പെണ്ണെ? നീ എന്റെ സൈഡോ അതോ അയാളുടെ സൈഡോ? സംശയം എന്താ അയാളുടെ സൈഡ്? അത് മൊത്തം പൂത്ത കാശ മോളെ. ആ തള്ള ലേശം വെടക്കാണെന്നേ ഉള്ളൂ. ഇവന്റെ 7ാമത്തെ വയസ്സിലാ എന്റെ ഭർത്താവ് മരിക്കുന്നേ. എന്നുവെച്ച് അച്ഛനില്ലാത്തതിന്റെ ഒരു കുറവും ഞാൻ ഇവനെ അറിയിച്ചിട്ടില്ല കേട്ടോ. ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട് 10 തലമുറയ്ക്ക് ഇരുന്നുണ്ണാനുള്ള വക കാർന്നോമാരായിട്ട് തന്നെ സമ്പാദിച്ചു തന്നിട്ടുണ്ട്. എന്നുവെച്ച് അതിന്റെ അഹങ്കാരം ഒന്നും ഞങ്ങൾക്കില്ലതാനും. തുടങ്ങി പൊങ്ങച്ച. അതൊക്കെ ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളല്ലേ അമ്പിളിയമ്മേ? അതൊക്കെ ശരി തന്നെ. പക്ഷേ
പറയുമ്പോ എല്ലാം നമ്മൾ പറയണമല്ലോ. 23-ാമത്തെ വയസ്സ് മുതൽ ഇവന് ഞാൻ പെണ്ണന്വേഷിച്ചു തുടങ്ങിയതാ. ഞങ്ങളുടെ തരത്തിനും തണ്ടിക്കും ചേരുന്ന എത്ര വലിയ കുടുംബങ്ങളിൽ നിന്ന് ആലോചനകൾ വന്നിരിക്കുന്നു. അതും നല്ല പവന്മാർക്ക് കൊച്ചുങ്ങള്. പക്ഷേ ഒന്നും എന്റെ മോന്റെ കണ്ണിൽ പിടിച്ചില്ല. ദേ, ഇവനെ ഇങ്ങനെ ചെവിക്ക് പിടിച്ചിട്ട് ഞാൻ പറയുന്ന പെണ്ണിന്റെ കഴുത്തെ താലി കെട്ടിക്കാൻ അറിയാൻ വയ്യാഞ്ഞിട്ടല്ല എനിക്ക്. പിന്നെ അച്ഛനില്ലാതെ വളർന്ന ഒരു കുഞ്ഞല്ലേന്ന് കരുതിയിട്ടാ. ഞാൻ കുത്തിയും കിഴിഞ്ഞും ചോദിച്ചപ്പോഴല്ലേ ഇവന്റെ മനസ്സിലിരിപ്പ് എന്താന്ന് അറിഞ്ഞത്. കല്യാണം കഴിക്കുകയാണെങ്കിൽ അത് ദയ മാത്രമായിരിക്കുമെന്ന് ഞാൻ അമ്മയോട് തറപ്പിച്ചു പറഞ്ഞു, അല്ലേ അമ്മേ? ഞാനൊന്ന് തറപ്പിച്ചു നോക്കിയാ നിന്ന നിപ്പിൽ മുള്ളിപ്പോകുന്ന ചെറുക്കനായിരുന്നു ഇവൻ. അതിനിടയിൽ എന്ത് കൂടോത്രം ചെയ്തിട്ടാ ഇവിടുത്തെ പെങ്കൊച്ചിവന്റെ മനസ്സിൽ കയറി പറ്റിയതെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. അതെ, അങ്ങനെ കൂടോത്രം ചെയ്ത് ആരുടെയെങ്കിലും മനസ്സിൽ കയറി പറ്റേണ്ട ഗതികേടൊന്നും എന്റെ കുട്ടികൾക്ക് ഇല്ല അമ്പിളിയമ്മേ. അയ്യോ, അമ്മ വെറുതെ തമാശ പറഞ്ഞതാ ആന്റി. പക്ഷെ ഞാൻ പറഞ്ഞത് കാര്യമായിട്ട് തന്നെയാ. ഞങ്ങളുടെ മൂത്ത മകളാ ക്ഷമ. എനിക്കറിയാം. ഇവക്കേതോ പരസ്യ കമ്പനിയിലല്ലേ ജോലി? അതെ, ഇവൾക്ക് മാത്രമല്ല, ദയക്കും ആ കമ്പനി തന്നെ ജോലി. ദയയുടെ കാര്യം ഞാൻ അങ്ങോട്ട് പറയാനിരിക്കായിരുന്നു. പെണ്ണുങ്ങൾ ഉദ്യോഗത്തിന് പോയി കുടുംബം പുലർത്തേണ്ട ഗതികേടൊന്നും ഞങ്ങളുടെ തറവാടിനില്ല. എനിക്കത് തീരെ ഇഷ്ടമല്ല. അതൊക്കെ നമുക്ക് വഴി ആലോചിക്കാവുന്നല്ലേ ഉള്ളൂ. നോക്ക് സിദ്ധാർത്ഥ, ഒരു തീരുമാനത്തിലെത്തുന്നതിന് മുൻപ് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കണമല്ലോ. അതിലും നിങ്ങളുടെ നിലപാട് എന്താണെന്ന് അറിഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് പോയാൽ മതിയല്ലോ. അതൊക്കെ പിന്നെ ആവാലോ അമ്മേ. ദയെ കാണാനാണല്ലോ നമ്മളിപ്പോ വന്നത്. ശരിയാ, ആദ്യം ആ ചടങ്ങ് നടക്കട്ടെ. ലതേ, മോളെ വിളിക്കേ. ആ തള്ള ഭീകര വെറുപ്പിക്കലാണല്ലോടി. ലതാന്റെ കൺട്രോള് വിട്ട് നിൽക്കാൻ തോന്നുന്നു. അങ്ങനെ തന്നെ വേണം. അമ്മയ്ക്കായിരുന്നല്ലോ നിർബന്ധം. എല്ലാം റെഡിയല്ലേ? റെഡി ആന്റി. ഒന്ന് വാ. ചക്കരെ, നിന്റെ എൻട്രിക്കുള്ള സമയം പോയി പൊളിച്ചിട്ട് വാടി മുത്തേ. വെയിറ്റ് വെയിറ്റ് വെയിറ്റ്, ഇത്തിരി ഡെക്കറേഷൻ പണിയും കൂടെ ബാക്കിയുണ്ട്. ദാ. എന്താ ഇത്? നീ ഇന്നലെ പറഞ്ഞില്ലേ ചെറുക്കന് കാന്താരി മുളക് ഭയങ്കര ഇഷ്ടമാണെന്ന്. 50 കാന്താരി മുളക് അരച്ചെടുത്ത വെടിച്ച് ലൈറ്റാണ് മോളെ. കുഴപ്പാവോ? ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. ഗ്ലാസ് മാറിപ്പോകാതെ നോക്കണം. ഉണ്ണി മുങ്ങും തന്നെ ആദ്യമേ കുടിപ്പിച്ചേക്കണം. ഗ്ലാസ് മാറിപ്പോരുത്. ഈ വലതുവശത്ത് ഇരിക്കുന്നതാണ് കാന്താരി സ്പെഷ്യൽ. ദയാ, എന്താ ഉഷ്ണം! ഇവിടെ AC ഇല്ലല്ലേ? ഇല്ല. എനിക്കാണെങ്കിൽ AC ഇല്ലാതെ ഒരു 10 മിനിറ്റ് പോലും പറ്റില്ല. ഇവനും അതെ, കൊച്ചിലെ ശീലിച്ചതല്ലേ.
അതില് മധുരം കൂടുതലാ. ഞാൻ മുകുന്ദനുണ്ണി ചേട്ടന് പ്രത്യേകം എടുത്തതാ. ഓ, അപ്പോ ഇവന്റെ ഇഷ്ടങ്ങളൊക്കെ നേരത്തെ മനസ്സിലാക്കി വെച്ചിരിക്കുകയല്ലേ? എന്നാ കുടിച്ചു. ഉം. അത് കുളിച്ചു.